ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മലയാളികളുടെ വീട്ടിൽ എപ്പോഴും സുലഭമുള്ള ഒരു ഐറ്റമാണ് പുട്ട്. ഇന്ന് ഞാൻ പക്ഷേ പുട്ടുണ്ടാക്കുന്നത് അരിപ്പൊടിയും കൊണ്ടല്ല, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്നിങ്ങനെ കുഴച്ചെടുക്കുക. നമുക്ക് അങ്ങനെ കുഴയ്ക്കുന്ന ടൈം നമുക്ക് നമ്മുടെ സാധാ പുട്ടുപൊടി കുഴയ്ക്കുന്ന അളവിലൊന്നും കിട്ടിയെന്ന് വരില്ല. കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ മാവ് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ കുഴഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി, നനയ്ക്കാത്ത ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നന്നായി ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. നമുക്കത് അരിപ്പൊടിയും കൊണ്ടൊക്കെ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല തരിയായിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമാണ്. നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കുഴച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് അടിച്ചെടുത്ത് കണ്ടോ, ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് കട്ട കിട്ടാൻ പാകത്തിനാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് നേരെ പുട്ടുണ്ടാക്കാം. ഞാൻ പുട്ടുകുട്ടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും കൂടെ ഇതിലേക്ക് ലെയറായിട്ട് തേങ്ങ, ഗോതമ്പ് പൊടി അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി പുട്ടും കുറ്റി ഇല്ലാണ്ട് ഞാനെങ്ങനെ പുട്ടുണ്ടാക്കും എന്ന വിഷമത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഈ വീഡിയോയുടെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇഡ്ഡലിത്തട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് തേങ്ങയും ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് വിതറിനേക്കാളും നല്ലത് ഇതുപോലെ ഇഡ്ഡലിത്തട്ടിൻ്റെ ഓരോ ലെയറിലും നമുക്ക് കുറച്ച് തേങ്ങ ഇടാം. അതിനുശേഷം ഗോതമ്പ് പൊടി, പിന്നെ മുകളിലായിട്ട് ഞാൻ കുറച്ച് തേങ്ങയുടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പുട്ടിൽ ആ തേങ്ങ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ എനിക്കിഷ്ടമാണ്. ഇനി തേങ്ങ ഇഷ്ടമല്ലാത്തവർ അധികം തേങ്ങ ചേർക്കണമെന്നില്ല. ഇനി ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കഷ്ണം പുട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. ആ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും തേങ്ങ വെച്ച്, ഞാനിപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഗ്ലാസും കയറ്റി വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയും നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ഇനി ഗ്യാസിനും ലാഭം. ഇപ്പോൾ ഗ്യാസിനൊക്കെ റേറ്റ് കൂടി, അതുപോലെ തന്നെ ക്ഷാമമൊക്കെ ഉള്ള സമയത്ത് ഇനി ഒരു കുറ്റി പുട്ടുണ്ടാക്കുന്ന ആ ഒരു നേരം തന്നെ മതിയാകും. നമുക്ക് ഇതുപോലെ ഒറ്റയടിക്ക്, ഇപ്പോൾ ഇഡ്ഡലി തട്ടിൻ്റെ ഞാൻ ഒരു തട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ നമുക്ക് ആ ഇഡ്ഡലി തട്ടിൻ്റെ എല്ലാത്തിലേക്കും ഇതുപോലെ പുട്ടുണ്ടാക്കി വയ്ക്കുകയും, അല്ലെങ്കിൽ ഗ്ലാസ് ഇതുപോലെ 3-4 ഗ്ലാസ്സിൽ നമുക്ക് ആ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഓരോ കഷ്ണം പുട്ടായിട്ട് ഓരോ ഗ്ലാസ്സിൽ നമുക്ക് കിട്ടുന്നതാണ്. രണ്ടും വേവാൻ എടുക്കുന്ന ടൈം ഒന്നാണ്. അതാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. ഞാൻ ആദ്യം പുട്ടുകുറ്റിയിലും വെച്ചിട്ടുണ്ട്, അതുപോലെ ഇഡ്ഡലി തട്ടും ഒരുമിച്ചാണ് ആവി കയറ്റിയെടുത്തത്. എനിക്ക് ഇഡ്ഡലി തട്ടിൻ്റെ 4 കഷ്ണം പുട്ട് കിട്ടിയപ്പോഴും ഒരു കഷ്ണം പുട്ട് കിട്ടിയപ്പോഴും പുട്ടുകുറ്റിയിൽ ഒരു കുറ്റി പുട്ട് കിട്ടിയപ്പോഴും വേവിച്ച് എടുക്കാൻ കിട്ടിയ ടൈം ഒന്ന് തന്നെയാണ്. ഒരുപാട് ടൈം വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇഡ്ഡലി തട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ആളുകളൊക്കെ കൂടുതലുള്ള വീടുകളിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഓരോ കുറ്റി പുട്ടുണ്ടാക്കി വയ്ക്കുന്നതിലും എളുപ്പമാണ് ഇതിങ്ങനെ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൻ്റെ തട്ടിലോ ഒക്കെ കഷ്ണമായിട്ട് പുട്ടുണ്ടാക്കി എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ രുചിക്കൊന്നും ഒട്ടും കുറവ് വരുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ്. നമുക്ക് ഗ്ലാസിൻ്റെ വെച്ചുണ്ടാക്കിയാലും, നമുക്ക് ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ചുണ്ടാക്കിയാലും, അടുപ്പിൽ ഇഡ്ഡലി കുറ്റിയിലുണ്ടാക്കുന്ന അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ പിന്നെ നന്നായിട്ട് കുഴച്ച് അതൊന്ന് അടിച്ചെടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പുട്ട് നല്ല സോഫ്റ്റായിരിക്കും. കണ്ടോ, അത് പിടിച്ചാൽ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും പണി കുറവാണ്. കാരണം വേഗം എല്ലാ തട്ടിലും കുറച്ച് തേങ്ങയും പുട്ടുപൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവിയിൽ ഒറ്റയടിക്ക് വേവിച്ചെടുക്കുകയാണല്ലോ. ഇത് പുട്ടുകുറ്റിയിലാണെങ്കിൽ ഒരു കുറ്റി വേവിച്ചെടുത്ത്
പിന്നീടാണ് അടുത്ത കുറ്റിയിൽ നമുക്ക് നിറച്ച് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഒറ്റയടിക്ക് വേവിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.